കാലത്തിനടയാളങ്ങൾ കണ്ണു തുറന്നു കണ്ടിടുവിൻ. കാലം അതിനുടെ അന്ത്യത്തിൽ കർത്താവിൻ വരമാഗതമായി. നാസറെത്തും ഫാത്തിമയും മെഴുകുറിയായും ചൊല്ലുന്നു, ലോകം ഈ വിധം പോയിടി നാശത്തിൽ ചെന്നെത്തിയിടും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്നേഹം നിറഞ്ഞ മക്കളും ഷെക്കീന ടിവിയുടെ പ്രേക്ഷകരുമായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സെപ്റ്റംബർ മാസത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന്. നാളെ ഒക്ടോബർ മാസം ആരംഭിക്കുകയാണ്. ഒക്ടോബർ മാസം പരിശുദ്ധ കന്യകാമറിയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമാണ്. പ്രത്യേകിച്ചും പരിശുദ്ധ അമ്മയുടെ ജപമാലയ്ക്ക് വേണ്ടി സഭ പ്രത്യേക രീതിയിൽ മാറ്റിവെച്ചിരിക്കുന്ന മാസമാണ്. ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലയുടെ ശക്തി അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കണം. ജപമാല പ്രാർത്ഥന കൂടുതൽ ചൊല്ലി പ്രാർത്ഥിച്ച് നാളെ ഈ ഒരു മാസം മുഴുവനും എപ്രകാരം ജപമാലയിലൂടെ അനുഗ്രഹപ്രദമാക്കി മാറ്റാം എന്ന് നാം ഇന്ന് തന്നെ പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കണം. കാരണം ഈ ലോകത്തിന് നമുക്ക് നൽകുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ജപമാല ചൊല്ലി ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭാ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ജപമാല പ്രാർത്ഥനയിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധ അമ്മ നമുക്ക് നേരത്തെ പകർന്നു നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ എപ്പിസോഡിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ഈ ഒരു മാസം മുഴുവനും കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു തരുന്ന ഇപ്രകാരം, സഹോദരങ്ങളെ, അമ്മയുടെ ജീവിതമാണ് നമ്മളെ മാതൃകയാക്കി മാറ്റേണ്ടതെന്ന് അമ്മ പറഞ്ഞു തരുന്നുണ്ട്. അമ്മയുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തുവാ? അമ്മ ഈശോയുടെ കൂടെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചു. ഈശോയുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അമ്മ ചേർന്ന് നിന്നു. ജപമാലയിൽ നമ്മൾ ധ്യാനിക്കുന്ന എല്ലാ ക്രിസ്തു രഹസ്യങ്ങളും, ഈശോയുടെ പീഡാസഹന രഹസ്യങ്ങളായിക്കോട്ടെ, സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളായിക്കോട്ടെ, മഹിമയുടെ രഹസ്യങ്ങളായിക്കോട്ടെ, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങളായിക്കോട്ടെ, ഇവിടെ എല്ലാം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയും ഈശോയും ഒന്നായിട്ടാണ് ഈ ലോകത്തിൽ ജീവിച്ചത്. കഞ്ചിക്കോട്ട് റാണി ചേച്ചിക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. മകളെ, എൻ്റെ വിമല ഹൃദയം മുഴുവനും എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു വരികയാണ്, അമ്മയുടെ വിമല ഹൃദയം മുഴുവനും ഈശോയുടെ പ്രകാശത്താൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഇത്രമാത്രം സുന്ദരിയായിട്ട് ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. റാണി ചേച്ചി പറഞ്ഞു, റാണി ചേച്ചിയോട് പലരും ചോദിച്ചിട്ടുണ്ട്, അമ്മയെ നേരിട്ട് കാണുന്ന വ്യക്തി എന്ന നിലയിൽ പരിശുദ്ധ അമ്മ വലിയ സൗന്ദര്യമുള്ളൊരു വ്യക്തിയാണോ? റാണി ചേച്ചി പറയുകയാണ്, പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യം വിവരിക്കാൻ പറ്റാത്തതാണ്. കാരണം എന്തുകൊണ്ടാ? അമ്മയുടെ ഉള്ളിലുള്ളതാണ്
പുറത്തേക്ക് വരുന്നത്. അമ്മയുടെ ഉള്ളിൽ ആരാണുള്ളത്? യേശുക്രിസ്തുവിന്റെ പ്രകാശമാണ് അമ്മയുടെ വിമല ഹൃദയം നിറഞ്ഞു നിൽക്കുന്നത്. ആ പ്രകാശത്തിൻ്റെ പ്രഭയാണ് അമ്മയുടെ മുഖത്ത് പ്രസരിക്കുന്നത്. ഉള്ളിലെ കൃപ, നന്മയാണ് മനുഷ്യൻ്റെ പുറത്ത് പ്രകാശമായി, പ്രസരിപ്പായി, സൗന്ദര്യമായി വരുന്നത്. ചേച്ചി പറയുകയാണ്, അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ വലിയ സൗന്ദര്യത്തോടെയാണ് അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. എന്നാൽ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അമ്മ വലിയ അങ്കി, തല മൂടിയുള്ള അങ്കിയാണ് ധരിച്ചിരിക്കുക. ചേച്ചിക്ക് ആ കാണാൻ സാധിക്കുന്നത് അമ്മയുടെ ഈ മുഖം മാത്രം, ബാക്കിയെല്ലാം ഇങ്ങനെ കവർ ചെയ്തിരിക്കുകയാണ്. അമ്മയുടെ കൈനീളമുള്ള ഉടുപ്പാണ് അമ്മ ഇട്ടിരിക്കുന്നത്. അമ്മയുടെ കൈ നീളമുള്ള ഉടുപ്പിൻ്റെ പുറത്ത് കൈപ്പത്തിയുടെ മുകളിൽ അല്പം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പം അമ്മയുടെ ആ കാണുന്നത് മുഖവും കൈപ്പത്തിയുടെ അല്പവും, ബാക്കിയെല്ലാം നിറഞ്ഞിരിക്കുക, ഇങ്ങനെ കവർ ചെയ്തിരിക്കുക. ചേച്ചി പറഞ്ഞ അമ്മയുടെ ശിരസ് മുതൽ കാൽപാദം വരെ നമുക്ക് ഒരു സെക്കൻഡിൽ കൂടുതൽ നോക്കി നിൽക്കാൻ സാധിക്കില്ലെന്ന്. അത്രമാത്രം സൗന്ദര്യത്തിൻ്റെ പ്രഭയാണ് അമ്മ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അതെന്താണെന്ന് ചേച്ചി പറഞ്ഞു തരുന്നത് ഇതാണ്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഉള്ളു നിറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ പ്രകാശം കൊണ്ടാണ്. നീതിസൂരനായ കർത്താവിൻ്റെ പ്രഭയാണ് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്മ പ്രഭാപൂരിതയായി എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത്. സൗന്ദര്യത്തിൻ്റെ തികവായി, നിറവായി അമ്മ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അമ്മ റാണി ചേച്ചിയോട് ചോദിച്ച ചോദ്യമുണ്ട്, എന്നിൽ നിറഞ്ഞ ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളിലും നിറയണ്ടേ? എന്നിൽ നിറഞ്ഞ ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങൾക്കും അനുഭവിക്കണ്ടേ? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കൂടെയുള്ള ചില വ്യക്തികളെ കാണുമ്പോൾ ഒരു ആത്മീയ പ്രസരിപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു തേജസ് ഉണ്ട്, അവർ പ്രസരിപ്പുണ്ട്, ഒരാത്മീയമായ ഒരു ആകർഷണം ചില വ്യക്തികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ചില വ്യക്തികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു വിരൂപതയാണ്, ഒരാകർഷണമില്ല. അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരസ്വസ്ഥതയാണ്. അതിനുള്ള കാരണം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ തിരുലിഖിതത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടർ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. ഈ ഭണ്ഡാരം എവിടെയായിരിക്കുന്നത്? നമ്മുടെ ഉള്ളിലാണ്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കും. ഇപ്പോൾ നല്ല മനുഷ്യൻ്റെ ഉള്ളിലെ നന്മ നമ്മളുടെ മുഖത്ത് പ്രകടമാകും. ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിനെ നന്മ കൊണ്ട് നിറയ്ക്കുവാനാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. അമ്മയുടെ ഉള്ളു മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം കൊണ്ട് നിറഞ്ഞതാണെങ്കിൽ നന്മയായ കർത്താവിൻ്റെ ആ പ്രകാശം കൊണ്ട് നമ്മുടെ ഉള്ളും നിറയ്ക്കുവാനാണ് പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത്. നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ, ചില വ്യക്തികളെ കാണുമ്പോൾ തന്നെ, മുഖത്ത് നോക്കുമ്പോൾ തന്നെ മനുഷ്യർക്ക് അറിയാൻ സാധിക്കും ഈ വ്യക്തി ഉള്ളിൽ നന്മയുള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ ഉള്ളിൽ തിന്മയുള്ള വ്യക്തിയാണോ. കാരണം ഉള്ളിലുള്ളതാണ് പുറത്തേക്ക് വരുന്നത്. ഉള്ളിലെ നന്മയാണ് സൗന്ദര്യമായി, നന്മയായി പുറത്തേക്ക് വരുന്നത്. ഉള്ളിലെ തിന്മയാണ് വിരൂപമായി, മറ്റുള്ളവർക്ക് അസ്വസ്ഥതയായി പുറത്തേക്ക് വരുന്നത്.
പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആ പ്രകാശം ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിക്കുകയും അങ്ങനെ ഒരു ദൈവീക പ്രഭയായി നമ്മുടെ മുഖത്ത്, നമ്മുടെ ശരീരത്തിൽ അത് പ്രകടമാക്കുകയും ചെയ്യും. വചനം സ്ഥിരീകരിക്കുകയാണ്. മത്തായി 12:35, നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടർ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അപ്പം ഇന്ന് നമ്മളേൽക്കുന്ന ഈ വെല്ലുവിളി, ഏറ്റെടുക്കുന്ന വെല്ലുവിളി നമ്മളെ എത്രമാത്രം നന്മ കൊണ്ട് നമ്മുടെ ഭണ്ഡാരം നിറയ്ക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നാളെ നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എത്രമാത്രം ജപമാല ചൊല്ലി ദൈവീക തേജസ് കൊണ്ട്, ദൈവവചനം കൊണ്ട് സ്വർഗസ്വനായ പിതാവിനെയും പുത്രനായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും മഹത്വപ്പെടുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി എന്ന ത്രിത്വിക സ്തുതി കൊണ്ട് എത്രമാത്രം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിറയ്ക്കാൻ സാധിക്കുമോ അത്രമാത്രം നന്മ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ മാസം മുഴുവനും പുറപ്പെടുകയും മറ്റുള്ളവർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് തിരുവചനത്തിലൂടെയും നമ്മൾ മനസ്സിലാക്കുന്ന സത്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളെ കാണുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നത് തന്നെയാണ്, ഉള്ളിലെ നന്മ ചില വ്യക്തികളുടെ മുഖത്ത് പ്രസരിക്കുന്നത് കാണാൻ സാധിക്കും. ഉള്ളിലെ തിന്മ അതും പുറത്ത് ചില വ്യക്തികളിൽ കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ പരിശ്രമിക്കേണ്ടത് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മളിൽ നിറഞ്ഞ് നമ്മുടെ ഉള്ളിലെ ഭണ്ഡാരം നന്മ കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടി. പരിശുദ്ധ അമ്മ പറയുകയാണ്, വന്ന വഴികളെ മറന്ന് തന്ന കൈകളെ മറന്ന് ഈ ലോകത്തിൻ്റെ അരൂപിയിൽ ആണ്ടുപോകുമ്പോൾ നിന്റെ കാഴ്ച മങ്ങുകയാണെന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞത്. നന്മയുള്ള വ്യക്തികൾ വന്ന വഴികൾ മറക്കില്ല. ഉള്ളിൽ നന്മയുള്ള വ്യക്തികൾ തന്ന കൈകളെ മറക്കില്ല. ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അമ്മ പറയുകയാണ്, എല്ലാ വ്യക്തികളിലും കാണുന്ന ഇപ്രകാരമാണ്, അവർ വന്ന വഴികൾ മറന്നു പോകുന്നു, തന്ന കൈകൾ, വളർത്തിയ കൈകളെ മറന്നു പോകുന്നു. ഈ ലോകത്തിൽ, ഈ ലോകാരൂപിയിൽ ആണ്ടുപോകുന്നു. അപ്പോൾ നിന്റെ കാഴ്ചകൾ മങ്ങിപ്പോകും. അതുകൊണ്ട് നന്മയുള്ള മക്കളായ മനുഷ്യരായി മുന്നോട്ട് പോകണമെങ്കിൽ അമ്മ പറയുക, വന്ന വഴികൾ മറന്നു പോകരുത്. എന്തെങ്കിലുമൊക്കെ നമ്മൾ നേടിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച അനേകം കൈകളുണ്ടാകാം, നമ്മളെ താങ്ങി നിർത്തിയ അനേകം വ്യക്തികളുടെ കരങ്ങളുണ്ടാകാം. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടെങ്കിൽ അന്ധരായി പോകരുത് എന്നമ്മ പറയുകയാണ്. നിന്റെ കാഴ്ച മങ്ങിപ്പോകരുത്. ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഇപ്രകാരമാണ്, ഞാൻ എന്തൊക്കെയോ നേട്ടങ്ങൾ കൈവരിച്ചു കഴിയുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കാഴ്ച മങ്ങിപ്പോകുന്ന അവസ്ഥ, മറ്റുള്ളവരെ നോക്കുന്ന രീതി, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഉള്ളിലെങ്കിലും ഒരു പുച്ഛയോടെ ആ വ്യക്തികളെ നോക്കിക്കാണുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാം നിന്റെ കാഴ്ച മങ്ങുന്ന അവസ്ഥയാണ് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മളാക്കി മാറ്റുന്ന തമ്പുരാനെ മറക്കരുത്. 2, നമ്മൾ വന്ന വഴികൾ മറക്കരുത്. വന്ന വഴികളിലൂടെ കൈപിടിച്ച് നടത്തിയ അനേകരുണ്ട്. നൽകിയ കൈകളെ മറക്കരുതെന്നാണ് പരിശുദ്ധ അമ്മ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഉള്ള് നന്മ കൊണ്ട് നിറയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ഓരോ പ്രവൃത്തികളും അത് പ്രതിഫലിപ്പിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകളെല്ലാം ഈ നന്മ പുറപ്പെടുവിക്കുന്നതായിരിക്കണം എന്നാണ് പരിശുദ്ധ അമ്മ ഇന്നത്തെ സന്ദേശത്തിൽ പറഞ്ഞു തരിക. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുളിക നമുക്കൊന്ന് ശ്രമിക്കാം. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. തിരുവചനം ഓർപ്പിക്കുകയാണ്, ഹൃദയം എന്തുകൊണ്ടാണോ നമ്മൾ നിറച്ചിരിക്കുന്നത്, അധരം അതനുസരിച്ചാണ് സംസാരിക്കുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വ്യക്തികളുമായിട്ട് ഇടപഴകുന്നവരാണ്. ചില വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസമാണ്. വീണ്ടും വീണ്ടും കേൾക്കാനൊരു ആഗ്രഹമുണ്ട്. ചില വ്യക്തികളുടെ കൂടെ ആയിരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വരുന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു അസ്വസ്ഥതയാണ്. പിന്നെ ആ അവരോട് ഇരിക്കുവാനൊന്നും നമുക്ക് താല്പര്യമില്ല. അത് പരിശുദ്ധ അമ്മ വീണ്ടും നമ്മെ ഓർപ്പിക്കുകയാണ്. തിരുവചനം അത് സ്ഥിരീകരിക്കുകയാണ്. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ നിന്റെ നാവ് നന്മ സംസാരിക്കും. നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയാണെങ്കിൽ നമ്മുടെ നാവ് ദുഷ്ടത സംസാരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ സംസാരം പോലും പരിശോധിച്ച് നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ടാണ് നമ്മൾ നിറച്ചിരിക്കുന്നതെന്ന് ആത്മശോധന ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുകയാണ്. നന്മയുള്ള മനുഷ്യരായി ലോകത്ത് കാണുവാനും നന്മയുടെ മക്കളായി ജീവിക്കുവാനും പരിശുദ്ധ അമ്മ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അമ്മ കൂട്ടിച്ചേർത്തു, നമ്മുടെ ജീവിതങ്ങൾ ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായിരിക്കണമെന്ന്. നമ്മുടെ വാക്കുകൾ ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളായിരിക്കണം. നമ്മുടെ പ്രവൃത്തികൾ കാണുന്ന വ്യക്തികൾ ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്രകാരം ത്രിയേക ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കണമെന്നും, ത്രിയേക ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ജീവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ള് ഒരുപാട് നന്മകൾ കൊണ്ട് നിറയ്ക്കണമെന്നും, ഇപ്രകാരം നന്മകൾ കൊണ്ട് നിറച്ച ഹൃദയമുള്ള വ്യക്തിക്ക് മാത്രമേ സംസാരത്തിലും പ്രവൃത്തിയിലും ത്രിയേക ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ത്രിത്വത്തിൻ്റെ മഹത്വമായിരിക്കണം നമ്മുടെ ജീവിതം എന്നുള്ള തിരിച്ചറിവ് പരിശുദ്ധ അമ്മ ഇന്ന് നൽകുകയാണ്. പരിശുദ്ധ കന്യകാമറിയം പിന്നെ നമുക്ക് നൽകുന്ന ഒരു താക്കീതുണ്ട്. പറയുകയാണ്, നിങ്ങൾ മൂകരോ ബധിരരോ അന്ധരോ ആയി ജനിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എത്രമാത്രം കണക്ക് കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങൾ മൂകരായോ അന്ധരായോ ബധിരരായോ ജനിച്ചിരുന്നുവെങ്കിൽ ഈ മക്കളെ ദൈവത്തിന് അറിയാം. അവർക്ക് ഈ ബലഹീനതകൾ ഉള്ളത് കൊണ്ട് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ തെറ്റുകൾ വന്ന കർത്താവ് ക്ഷമിക്കും. അവർക്ക് ദൈവസേന ഇത്രമാത്രം കണക്ക് കൊടുക്കേണ്ട ഒരു കാര്യമില്ലെന്ന് പറയുമ്പോൾ അമ്മ പറയുകയാണ്. എന്നിട്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ മൂകരല്ല, നിങ്ങൾ അന്ധരല്ല, നിങ്ങൾ ബധിരരല്ല. ദൈവം നിങ്ങളെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി സൃഷ്ടിച്ചു. ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ത്രിയേക ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഒരു കുറവുമില്ലാതെ, അംഗവൈകല്യങ്ങളില്ലാതെ, കാത് കേൾക്കുന്നവനായി, കണ്ണ് കാണുന്നവനായി, സംസാരശേഷിയുള്ളവനായി ഉള്ളവളായി ദൈവം നിന്നെ സൃഷ്ടിച്ചു. ഇത്രമാത്രം ദൈവാനുഗ്രഹം നീ അനുഭവിക്കുമ്പോൾ നിന്റെ ജീവിതം ത്രിയേക ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണോ നീ ഉപയോഗിക്കുന്നത്? അതോ ദൈവം നൽകിയ കണ്ണുകൾ,
കാഴ്ച, ദൈവം നൽകിയ കേൾവി, ദൈവം നൽകിയ സംസാരശേഷി നീ എന്തിനു വേണ്ടി, ദൈവത്തെ മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണോ അതോ തിന്മയുടെ വഴികൾക്ക് വേണ്ടിയാണോ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ലൂക്കായുടെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 48-ാം തിരുലിഖിതം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിന്റെ 12-ാം അധ്യായത്തിന്റെ 48-ന്റെ 2-ാം ഭാഗം, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നമ്മളൊക്കെ ആഴത്തിൽ ധ്യാനിക്കേണ്ട ഒരു വചനമാണിത്. ഇതിനെയാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നീ അന്ധനായിരുന്നുവെങ്കിൽ, മൂകനായിരുന്നുവെങ്കിൽ, നീ ബധിരനായിരുന്നുവെങ്കിൽ നിനക്ക് ദൈവത്തിന് ഇത്രമാത്രം കണക്ക് കൊടുക്കേണ്ടി വരില്ലായിരുന്നു. എന്നാൽ ഈ കുറവുകളില്ലാതെ ദൈവം നിന്നെ സൃഷ്ടിച്ചു, നിന്നെ പരിപാലിച്ചു, നിന്നെ നയിക്കുന്നു. അപ്പോൾ വചനം പഠിപ്പിക്കുക, ലൂക്ക 12:48, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നമ്മളെല്ലാവരും പ്രിയമുള്ള സഹോദരങ്ങളെ അധികം ലഭിച്ചവരാണ്, അധികം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരാണ്. എങ്കിൽ അധികമായി നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ് എന്നുള്ള ഒരു താക്കീതാണ് പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്നത്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ, നാട്ടിലുള്ളവർ, ഇടവകയിലുള്ളവർ പലരെയും നമ്മൾ കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയുന്നൊരു കാര്യം ഇപ്രകാരമാണ്: അവരെക്കാളൊക്കെ ഉപരിയായി ദൈവം എന്നെ എത്രമാത്രം അനുഗ്രഹിച്ചിരിക്കുന്നു. പല വ്യക്തികൾക്കും കൊടുക്കേണ്ട അനുഗ്രഹം ഒരുപക്ഷെ നൽകാതെ എനിക്ക് ആ അനുഗ്രഹങ്ങൾ നൽകി ദൈവം എന്നെ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ഈ അനുഗ്രഹങ്ങളെ എത്രമാത്രം കൃതജ്ഞതയോടുകൂടി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പരിശോധിക്കുവാൻ ഈ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ നമ്മെ സഹായിക്കണം. പലപ്പോഴും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കഴിവുകളും നമ്മുടെ സൗന്ദര്യവും എല്ലാം നമ്മൾ അത് എനിക്ക് അർഹിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ നാം എടുക്കാറുണ്ട്. എന്നാൽ ഇതൊന്നും നമുക്ക് അർഹിക്കുന്നത് കൊണ്ടല്ല, കർത്താവിൻ്റെ കരുണയും കരുതലുമാണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് എന്നുള്ള ആ ബോധ്യത്തോടു കൂടി നമ്മൾ ജീവിക്കണമെന്നാണ് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത്. അതിന് പ്രിയമുള്ള സഹോദരങ്ങളെ, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും. നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ജീവിതങ്ങളെ. ദൈവകരങ്ങളിൽ നിന്ന് എത്രമാത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്, എത്രമാത്രം ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആത്മപരിശോധന തീവ്രമായി നടത്തുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളിൽ അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് ഇത്രമാത്രമേ ഉള്ളൂ: നമ്മൾ പ്രകാശമുള്ളവരായി മാറണം. ഉള്ളിൽ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മൾ നിറയ്ക്കണം. അത് നിറയണമെങ്കിൽ എന്താണ്? നമ്മൾ ഉള്ളിലെ ഭണ്ഡാരം നന്മ കൊണ്ട് നിറയ്ക്കണം, നന്മ ചെയ്യുന്നവരായിരിക്കണം. ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ അതാണ് പുറമേ പ്രകടമാകുന്നത്. ഉള്ളിൽ തിന്മയാണെങ്കിൽ ആ തിന്മ നമ്മുടെ പുറമേ അത് പ്രകടമാകും. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ ഗൗരവമായി എടുത്ത് നന്മ പ്രസരിപ്പിക്കുന്ന, നന്മയുടെ സൗന്ദര്യമുള്ള വ്യക്തികളായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുന്നതിന് വേണ്ടി, ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ത്രിയേക ദൈവം മഹത്വപ്പെടുന്നതിന് വേണ്ടി വളരെ പ്രത്യേകമായി അധികം ലഭിച്ച എന്നിൽ നിന്ന് അധികം ആവശ്യപ്പെടുമെന്നും അധികം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നോട് അധികം ചോദിക്കുമെന്നുമുള്ള വചനത്തിൻ്റെ
ആ ശക്തി അഭിഷേകം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ക്രമീകരിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ഒക്ടോബർ മാസം 1-ാം തീയതി നമ്മൾ ജപമാല മാസം ആരംഭിക്കുമ്പോൾ നമ്മളിലുള്ള പോരായ്മകളെല്ലാം ജപമാല പ്രാർത്ഥനയോട് പരിഹരിച്ച് നമ്മൾ ഉള്ളു മുഴുവനും നന്മ നിറയ്ക്കുവാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയുടെ പ്രകാശം നമ്മൾ മുഴുവൻ നിറയുവാൻ ഈ ജപമാല മാസത്തിൽ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപ നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നേടിയെടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മറിയമേ, എൻ്റെ അമ്മേ, ഞാൻ മുഴുവനും അമ്മയുടേതാണ്. എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.